അയ്യപ്പ സന്നിധിക്ക് ഉത്സവ ഛായ പകർന്ന പോലീസ് സേനയുടെ കർപ്പൂരാഴി ഘോഷയാത്ര നടന്നു. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് സേന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത്. എക്സൈസ് സേനയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനമേളയും സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ഓരോ ദിവസവും 90,000-ന് മുകളിൽ തീർത്ഥാടകരാണ് സന്നിധാനത്ത് വന്നുപോകുന്നത്. ഇന്നലെ 95,326 പേർ 18-ാം പടി ചവിട്ടി. ഇരുമുടിയില്ലാത്തവരെ കൂടി കണക്കിലെടുക്കുമ്പോൾ സന്നിധാനത്തെത്തിയത് 1,00,000-ന് മുകളിൽ തീർത്ഥാടകർ. തിരക്ക് വർദ്ധിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒരു മണിക്കൂറിൽ ശരാശരി 4,000 പേരാണ് ശബരിമലയിൽ 18-ാം പടി ചവിട്ടിക്കറിക്കുന്നത്. പക്ഷേ ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത് അതിനേക്കാൾ എത്രയോ കൂടുതലായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്താതെ നമുക്കത് നയിക്കാൻ സാധ്യമല്ല. പക്ഷേ എങ്കിലും അത് അയ്യപ്പ ഭക്തന്മാരുടെ പരമാവധി കഷ്ടപ്പാടുകൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് വെള്ളം, ബിസ്ക്കറ്റൊക്കെ നൽകുന്നതിനുള്ള സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ വളരെ സുഗമമായിട്ടുള്ള രീതിയിൽ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയെടുത്തിരിക്കുകയാണ്. 3 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയാണ് പലർക്കും ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വന്നത്. ക്യൂവിൽ നിൽക്കുന്നവർക്ക് ബിസ്ക്കറ്റും വെള്ളവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ദേവസ്വം ബോർഡ് എത്തിച്ചു നൽകുന്നുണ്ട്. സന്നിധാനത്ത് മരക്കൂട്ടം വരെയാണ്. മരക്കൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കില്ല. പശ്ചിമേട് ഭാഗത്ത് സ്റ്റീപ്പായിട്ടുള്ള ടെറൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മരക്കൂട്ടം കഴിഞ്ഞ് പോകുന്നൊരു അവസരം വരികയാണെങ്കിൽ പമ്പയിലും നിലയ്ക്കലും പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിലൊക്കെ അല്പസമയത്തേക്കുള്ള നിയന്ത്രണങ്ങളാണ് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതാണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രതീക്ഷ. അതനുസരിച്ചുള്ള ക്രമീകരണമാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹം വ്യക്തമാക്കുന്നത്.